ഹായ്, ഞാൻ നാജ. ഇന്ന് നമ്മൾ എൻ്റെ ഗാർഡനിൽ കൊണ്ടുവന്നിട്ടുള്ളത് കുറച്ച് ഓർക്കിഡ് റോസാണ്. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത ഒരു റോസാണ്. അതുകൊണ്ട് ഞാൻ തന്നെ ഒത്തിരി പേര് ചോദിച്ച റോസാണ്. ഞാൻ തന്നെ പോയി സെലക്ട് ചെയ്ത് കൊണ്ടുവന്നതാണ്. നല്ല വലിയ പ്ലാന്റുകളാണ് നമ്മൾ സെയിലിനായിട്ട് ഇട്ടിട്ടുള്ളത്. ഓർക്കിഡ് റോസിൻ്റെ റേറ്റ് എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്, വാങ്ങിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. പക്ഷെ ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നത് 160 രൂപയ്ക്കാണ്. എല്ലാം നല്ല വലിയ റോസാണ്, നാടനുമാണ്. ഇത് ബഡ് ചെയ്തതല്ല, ഇത് സ്റ്റെം വെച്ച് പിടിപ്പിച്ച റോസാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ കട്ടിങ്സ് വെച്ച് പുതിയ തൈ ആക്കാൻ പറ്റുന്നതാണ്. എല്ലാം പ്ലാന്റിൻ്റെ സൈസ് നോക്കിയെടുത്താൽ മതി. ഇതാണ് സൈസ്, വലിയ റോസാണ്. ഞങ്ങൾ മണ്ണൊക്കെ കളഞ്ഞ് ചകിരിച്ചേറിൽ പൊതിഞ്ഞാണ് നിങ്ങൾക്ക് അയക്കുന്നത്. വാങ്ങുന്നവർക്കൊക്കെ അറിയായിരിക്കും ഞങ്ങളിത് എങ്ങനെയാണ് പാക്ക് ചെയ്യുന്നതെന്നുള്ളത്. ഇതാണ് റോസ്. ഈ ഓർക്കിഡ് റോസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അറിയാലോ, അതായത് ഒരു കൊലയിൽ ഒരു 50 പൂ 100 പൂ വരെയൊക്കെ ചിലപ്പോൾ പ്ലാന്റിന്റെ ആരോഗ്യം വരുന്നതിനനുസരിച്ച് ഇവിടെ മുതലേ അങ്ങ് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു റോസാണ്. ഫ്ലവർ തീർന്നു കഴിഞ്ഞാൽ ഇവിടെ മുതൽ അങ്ങ് വെട്ടിയിട്ട് വളം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അടുത്ത് വീണ്ടും പുതിയ ബ്രാഞ്ചുകൾ വന്നിട്ട് ഇതുപോലെ പൂ പിടിക്കുന്ന ഒരു റോസാണ് ഓർക്കിഡ് റോസ്. ഇതിന്റെ കമ്പും വെച്ച് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന റോസാണ് ഓർക്കിഡ് റോസ്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഓറഞ്ച്, റെഡ്, യെല്ലോ റോസുകളും കൂടി വന്നിട്ടുണ്ട്. അതും ഇതുപോലെ നല്ല റോസുകളാണ്, വലിയ റോസ്. ഇത്രയും വലിയ പ്ലാന്റുകളാണ് ഉള്ളത്. അതുപോലെ തന്നെ കളറും, ഈ ഓറഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു കട്ട ഓറഞ്ച് ആയിട്ടുള്ളതാണ്. ഇതിന് 125 രൂപയാണ് റേറ്റ്. ഇതുപോലെ തന്നെ ഞങ്ങൾ ഈ മണ്ണൊക്കെ കളഞ്ഞിട്ട് ചകിരിച്ചേറിൽ പൊതിഞ്ഞാണ് നിങ്ങൾക്ക് അയക്കുന്നത്. ഇതാണ് ആ റോസിന്റെ സൈസ്. എല്ലാം ഓറഞ്ച് റോസിന്റെ സൈസ് ഇതാണ്. എല്ലാം ഇതുപോലെ നല്ല ആരോഗ്യമുള്ള പ്ലാന്റുകൾ തന്നെയാണ് ഉള്ളത്. 125 രൂപ റേറ്റ്. ഇനി അടുത്ത് കുറച്ച് ചുവന്ന റോസാപ്പൂക്കൾ നമുക്ക് കാണാം. ഞങ്ങൾ കുറച്ചേ എടുത്ത് ഇവിടെ വെച്ചോളൂ, ബാക്കിയൊക്കെ അങ്ങ് റെയിൻ ഷെൽട്ടറിൽ ഇരിക്കണം. 2 ദിവസമായിട്ട് ഇവിടെ നല്ല മഴയായത്, വൈകിട്ടാകുമ്പോൾ നല്ല ഇടി മഴയൊക്കെ ഉള്ളതുകൊണ്ട് പൂവിൻ്റെ ഭംഗി പോകും എന്ന് വിചാരിച്ച് ഞങ്ങളത് മഴ മറയ്ക്കകത്ത് കയറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് കുറച്ച് റോസ എടുത്ത് വെച്ചത്, വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം. ഇതാണ് എല്ലാ ആരോഗ്യമുള്ള പ്ലാന്റാണ്. ഇനി അടുത്ത് നമുക്ക് റെഡും കൂടി കാണാം. ഇതാണ് നമ്മൾ ഇപ്പൊ വന്ന റെഡ്. അതെന്താ തന്നെ വലിയ പ്ലാന്റ് ആണ്, നല്ല റെഡ് കളറാണ്. സാധാരണ റെഡ് റോസ് നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷെ ഈ ഒരു റെഡിന് ഒരു ഭയങ്കര തിളക്കമുള്ള ഒരു റെഡ് എന്നൊക്കെ പറയില്ലേ, ഒരു വെൽവെറ്റ് പോലെ ഒക്കെ ഇരിക്കുന്നത്. എന്നാൽ റെഡ് പിനാക്കിയൊന്നും അല്ലാത്ത റോസാണ്, പക്ഷെ നല്ല 3-4 ബ്രാഞ്ചുകളൊക്കെ ഉള്ള നല്ല വലിയ റോസാണ്. ഇതിന്റെ റേറ്റ് 125 രൂപ തന്നെ. ഒന്നും കൂടി കാണിച്ചു തരാം. ഇതുപോലുള്ള വലിയ റോസുകളാണ് പ്രാവശ്യം വന്നിട്ടുള്ളത്. ഇനി നമുക്ക് കാശ്മീരി റോസ് കാണാം. ഇപ്പൊ വന്നിട്ടുള്ള നെക്സ്റ്റ് വരുന്നത് കാശ്മീരി റോസാണ്. ഇത് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള റോസാണ്. അതും നല്ല ആരോഗ്യമുള്ള ചെടിയുടെ തന്നെ കാശ്മീരി റോസ്. ഇതാണ് ഇപ്പൊ നമ്മുടെ ഒരു സെയിലിനുള്ളത്. ഇതിന്റെ റേറ്റ് 120 രൂപയാണ് കാശ്മീരി റോസിന്റെ റേറ്റ്. അതുപോലെ തന്നെ ഈ കുറച്ച് മഞ്ഞ റോസും, അതും ഇതുപോലെ തന്നെ മഞ്ഞയും തന്നെ നല്ല പിന്നെ മാംഗോ യെല്ലോയാണ്. നല്ല ആരോഗ്യമുള്ള ചെടികൾ തന്നെ. ഇതിന്റെ റേറ്റ് 125 രൂപ തന്നെയാണ്. നല്ല വലിയ ഫ്ലവറുമാണ്, നല്ല കളറും. സാധാരണ മഞ്ഞയേക്കാളും കുറച്ചുകൂടെ കൂടുതൽ കളറുള്ള ഒരു റോസാണ് ഇപ്രാവശ്യം വന്നത്. എല്ലാം റെഡ് ആയാലും ഇതുപോലെ തന്നെ നല്ല പിന്നെ തിളങ്ങി നിൽക്കുന്ന കളറ് ഉള്ള റോസുകളാണ് ഇപ്പൊ വന്നിട്ടുള്ളത് എല്ലാം. അപ്പൊ ഇന്ന് നമ്മൾ ഇത്രയും റോസുകളാണ് നമ്മളെ ഒരു സെയിലിനുള്ളത്. അപ്പൊ ആവശ്യക്കാര് ഞങ്ങളെ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി, ഞങ്ങൾ അയച്ചു തരാം. പിന്നെ അതുപോലെ തന്നെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഞാനൊരു 3-4 മാസം വീഡിയോ ഇടായിരുന്നത് കൊണ്ട് പിന്നെ ഞാനൊരു 3-4 മാസം ഇല്ലായിരുന്നല്ലോ, ആ സമയത്ത് വീഡിയോ ഇടായിരുന്നത് കൊണ്ട് എനിക്കിപ്പോൾ വ്യൂസ് കുറച്ച് കുറവാണ്. അപ്പം പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്നവർ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ
ഇത് ഒന്ന് എത്തിക്കണം. അതുപോലെ തന്നെ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത ഒരുപാട് പേര് എന്നെ ഇപ്പം വിളിച്ചിട്ട് പറയുന്നുണ്ട് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്നുള്ളത്. അപ്പോൾ അവർ ഒന്നുകൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോയെന്നൊന്ന് ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. അപ്പോൾ വീഡിയോ ഇങ്ങനെ അവിചാരിതമായിട്ട് കണ്ടിട്ട് വിളിച്ച ഒരുപാട് പേരുണ്ട്. അയ്യോ നോട്ടിഫിക്കേഷൻ വന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. റോസ് കൂടാതെ തന്നെ കുറേ ഇൻഡോർ പ്ലാന്റ്സുകൾ, അല്ലാത്ത ഫ്ലവറിങ് പ്ലാന്റ്സുകൾ, ക്ലൈംബിംഗ് പ്ലാന്റ്സുകൾ, അങ്ങനെ ഒത്തിരി പ്ലാന്റ്സുകൾ നമ്മളെ കയ്യിൽ സെയിലിനായിട്ടുണ്ട്. അത് ഞങ്ങളുടെ കാറ്റലോഗിലുണ്ട്. അത് കാറ്റലോഗ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് കാണണം. ഈ റോസിന്റെ കെയറും എന്താണെന്നുള്ളതും ഈ കൊറിയർ വരുമ്പോൾ ആ പ്ലാന്റ് എങ്ങനെ റിപ്പോർട്ട് ചെയ്യണമെന്നുള്ള ഇതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അതും കൂടി ഒന്ന് നോക്കിയിട്ട് പ്ലാന്റ് വരുമ്പോൾ അതുപോലെ റിപ്പോർട്ട് ചെയ്ത് ഒക്കെ നട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ പറയുന്ന രീതിയിൽ വളം ചെയ്ത് കഴിഞ്ഞാൽ ഈ റോസ് നിങ്ങൾക്ക് ഇതേ വലിപ്പത്തിനുള്ള ഫ്ലവറും നല്ല ആരോഗ്യത്തോടു കൂടിയുള്ള ചെടിയും നിങ്ങൾക്ക് കിട്ടും. അതൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ റോസ് നമുക്ക് ഈസി ആയിട്ട് വളർത്താൻ പറ്റും. പക്ഷെ കുറച്ച് കെയറിങ് അത്യാവശ്യമാണ്. അപ്പോൾ അത് കൂടെ ഒന്ന് നോക്കി പഠിച്ചതിന് ശേഷം ചെടി നടുന്നതായിരിക്കും കുറച്ച് നല്ലത്. ഇനി അടുത്ത ഒരു കോംബോയാണ്, റോസിന്റെ ഒരു കോംബോയാണ്. ആ കോംബോ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ഇതിനകത്ത് കാണാം. താങ്ക് യു.